ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം തിരുവചനം. പിറ്റേ ദിവസം അവർ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, യേശുവിനെ കാണുവാൻ, യേശുവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കേൾക്കുവാൻ വളരെ ആഗ്രഹിച്ച് അവനെവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരു വലിയ ആരാധനാ വൃന്ദം ആ മലയിറങ്ങി വരുന്ന യേശുവിനെ കണ്ട് ആ ജനക്കൂട്ടം വീണ്ടും സന്തോഷിക്കുന്ന സമയം. അവരിൽ ചിലർ സന്തോഷം കൊണ്ട് ആർപ്പ് വിളിക്കുന്ന സമയം. സന്തോഷം എങ്ങനെ തങ്ങളുടെ എല്ലാമായ യേശുവിനോട് പ്രകടിപ്പിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു ആരാധനാ വൃന്ദം. യേശു ഒരു വലിയ ഗുരുവാണെന്നും അവനൊരു വലിയ രോഗസൗഖ്യദായകനാണ് എന്നും രുചിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ തങ്ങളുടെ എല്ലാമായ യേശു. ആ യേശു അതാ മറുരൂപമലയിൽ നിന്നും തൻ്റെ 3 ശിഷ്യരുടെ കൂടെ ഇറങ്ങി വരുന്നത് കാണുന്ന ജനക്കൂട്ടം. ആ ജനക്കൂട്ടം അറിയുന്നില്ല, സ്വർഗീയ പിതാവിൻ്റെ വലിയ സാക്ഷ്യം ലഭിച്ച 3 മുക്കുവരുടെ കൂടെ ഇറങ്ങി വരുന്ന യേശു സാക്ഷാൽ ദൈവപുത്രനാണെന്നും ലോകരക്ഷിതാവാണെന്നും ആ മശിഹ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും തങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് മനുഷ്യരുടെ ദുരിതങ്ങളിലേക്ക് അവരുടെ ഇടയിൽ പാർത്ത് അവരെ സേവിക്കുവാനും അവസാനം അവർക്കു വേണ്ടിയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് നാം ഓരോരുത്തരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം ഒരു ബലിയായി കാൽവരിയിൽ 3 ആണിയിൽ ഒരു കുരിശിന്മേൽ അതിവേദന അനുഭവിച്ച് തൻ്റെ ജീവൻ വെടിയുവാനായിട്ടാണ് താൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത് എന്ന് അറിയുന്ന യേശു. അങ്ങനെ താൻ കുരിശിലൂടെ നേടിയെടുത്ത മനുഷ്യരാശിയുടെ രക്ഷ തൻ്റെ വിശ്വാസികൾക്ക്, തൻ്റെ ആരാധനാ വൃന്ദത്തിന് ഒരു അനുഭവമാക്കി തീർക്കുവാനായി ഓരോ വിശുദ്ധ കുർബാനയിലും യേശു ഇന്ന് ആ സ്വർഗീയ മല ഇറങ്ങി ദൈവസന്നിധി വിട്ട് നമ്മുടെ അടുത്ത് വരുന്നു. അവനെ കാണുവാൻ അന്ന് ആ വലിയ ജനക്കൂട്ടം ആഗ്രഹിച്ച് ചെന്ന പോലെ ഇന്ന് നാം ഓരോരുത്തരും യേശുവിനെ കാണുവാനും, യേശുവിനെ കേൾക്കുവാനും, യേശുവിനെ രുചിച്ചറിയുവാനും, അങ്ങനെ യേശുവിനെ കൂടുതലായി അനുഭവിച്ചറിയുവാൻ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്വർഗീയ ബലിയിൽ സാക്ഷികളാകുവാനും, നമ്മുടെ ആയുസ്സിൻ്റെ ബാക്കിപത്രത്തിൽ കൂടുതലായി അവനെ സ്നേഹിക്കുവാനും, അവനായി ആർപ്പ് വിളിക്കുവാനും, അവനെ ആരാധിച്ച് സ്തുതിച്ച് പാടുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.